the left 2 lanes to turn left onto the California 65 North ramp. ലോകത്തിലെ തന്നെ ടോളസ്റ്റ് ട്രീസായ റെഡ്വുഡ് ട്രീസ് കാണാൻ പോയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇതിലെ ചില മരങ്ങളൊക്കെ ഇല്ലേ 2000 വർഷത്തിൽ കൂടുതൽ ജീവിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില മരങ്ങൾക്ക് 300 ഫീറ്റിലധികം ഉയരം വരും. അതായത് ഏകദേശം ഒരു 25-30 നില ബിൽഡിങ്സിൻ്റെ ഒക്കെ ഹൈറ്റ് എന്നാണ് പറയണത്. ഒറ്റയടിക്ക് നമുക്ക് ഈ ക്യാമറ ഫ്രെയിമിൽ ഇത് ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങളുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഹൈറ്റ് ഡിഫറൻസ്. ഈ റെഡ്വുഡ് ട്രീസ് കാണാനുള്ള ഒരു ഡ്രൈവാണ് ഇന്നത്തെ ഡ്രൈവ് വിത്ത് മീ സീരീസിലൂടെ നമ്മൾ കാണുന്നത്. ഇത് ഒരു ചെറിയ റോഡ് ട്രിപ്പ് അല്ല, ഒരു ഏകദേശം ഒരു 350 മൈൽസ് കവർ ചെയ്യുന്ന 7.5 hours വൺ വേ മാത്രം എടുക്കുന്ന ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങി രാത്രി തിരിച്ചു വരാൻ അങ്ങനെയുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടാണ് പോയത്. പക്ഷെ ഭയങ്കര ടയറിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പോകണം എന്ന് വിചാരിക്കുവാണെങ്കിൽ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെയും കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തിട്ട് വരുന്ന പോലെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നാട്ടിലെ പോലെയല്ല, ഇവിടെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. നമ്മളെടുത്ത റൂട്ട് എന്ന് പറയുന്നത് സാക്രമെന്റോന്ന് സ്റ്റാർട്ട് ചെയ്ത് I-5 നോർത്ത് വഴി CA-20, പിന്നെ അത് കഴിഞ്ഞിട്ട് US 101 കോസ്റ്റൽ ഹൈവേ, ഈ ഒരു പാത്താണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് സിറ്റി കാണും, അത് കഴിഞ്ഞ് ഫാം ലാൻഡ് കാണും, പിന്നെ കുറച്ച് കുന്നും മലകളും, പിന്നെ കുറച്ച് വാട്ടർ ബോഡീസ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് കടൽ, പിന്നെ നേരെ കാട്. ഇപ്പം ഇത്രയും വലിയ ട്രിപ്പാണെങ്കിലും ഈ ഓരോരോ ഫേസ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല ഈ യാത്ര. സാക്രമെന്റോ വിട്ട് ഡ്രൈവ് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ടിപ്പിക്കൽ സിറ്റി സീന് പതുക്കെ ഇങ്ങനെ മാറി തുടങ്ങി. ഇപ്പോൾ നമ്മളൊരു കൺട്രി സൈഡിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ 2 സൈഡും വലിയ വലിയ ഫാം ലാൻഡ്സും ഇവരുടെ വലിയ കൃഷിയായിട്ടുള്ള ആൽമണ്ട്സിൻ്റെ ചെടികളൊക്കെയാണ് കാണുക. നമ്മൾ ട്രാവൽ ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് I-5 CA-20 US 101. ഇങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ US പല വലിയ വലിയ റോഡ്സും ഹൈവേസും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ I-5 അല്ലെങ്കിൽ US 101 എന്നൊക്കെ പറയുന്നത് ഇന്റർ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അതായത് അമേരിക്കയിൽ മൊത്തം സ്റ്റേറ്റ്സ് ആയിട്ടാണല്ലോ ഉള്ളത്. അപ്പം ഈ ഓരോ സ്റ്റേറ്റ്സിനെയും കണക്ട് ചെയ്യുന്ന റോഡ്സ് ആണ്. അത് പണ്ട് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹൈവേ സിസ്റ്റം ആയിരുന്നു. ഇപ്പം അത് ഇന്റർ സ്റ്റേറ്റ് ഹൈവേ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പം ഇത് US അല്ലെങ്കിൽ I വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ജേർണിക്കാണ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റോഡ്സ് ആണ്. പിന്നെ CA-20 എന്ന് പറയുന്നത് അത് കാലിഫോർണിയൻ്റെ അകത്ത് പോകുന്ന ചെറിയ റോഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലെ ഹൈവേ കൺസെപ്റ്റ് തന്നെ. ഈ ഒരു സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫുൾ ഗ്രീനറിയാണ്, കുന്നും മലകളും. അത് സത്യം പറഞ്ഞാൽ നേച്ചർ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീലാണ്. നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ പോയിട്ട് തിരിച്ചു വരേണ്ട ആ ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ എവിടെയും നിർത്തി കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ചില ക്ലിപ്പിങ്സ്, അതായത് ഇപ്പം നമ്മളൊരു കോസ്റ്റൽ ഹൈവേയിലൂടെ പോകുന്ന ആ ഹൈവേ ഭയങ്കര രസമാണ് കാണാൻ. അതിൻ്റെ ഫോട്ടോ ഞാൻ നെറ്റിൽ നിന്ന് തപ്പിയെടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് US 101 നോർത്ത് ഹൈവേ. അത് കാലിഫോർണിയ കോസ്റ്റിനോട് പാരലായിട്ട് പോകുന്ന ഒരു ലെജൻഡറി ഹൈവേ ആണ്. ഭയങ്കര രസമാണ് കാണാൻ. കടൽ, അതിൻ്റെ സൈഡിലൂടെയുള്ള ആ ഒരു റോഡ്.
ഈ ഒരു ഡ്രൈവ് തന്നെയാണ് നമ്മൾ നേരെ റെഡ്വുഡ് ഫോറസ്റ്റ് റീജിയനിലേക്ക് കൊണ്ട് ചെല്ലുന്നത്. ഇതാണ് ഈ ഒരു ഹൈവേയുടെ ശരിക്കുള്ള ഫോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റിൽ നിന്ന് തപ്പിയെടുത്ത ഫോട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ ഇനി പോകാൻ പോകുന്നത് ഈ ഫോറസ്റ്റിലേക്കാണ്. ഇത് ഒരു യുണീക്ക് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഗ്ലാസ് ഒക്കെ താഴ്ത്തി ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ മരങ്ങൾ, അവിടുത്തെ കൂൾ എയർ, നനഞ്ഞ സോയിൽ, അങ്ങനെ ഒരു പ്രത്യേക മണമൊക്കെയാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. അപ്പം നമ്മളെ 7 മണിക്കൂർ ഡ്രൈവ് ഇവിടെ തീരുവാണ്. ഇതാണ് ഇന്നത്തെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക്സ് ഫോർ വാച്ചിങ്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോ